മഹാദേവന്റെയും പാർവതീദേവിയുടെയും പുത്രന്മാരാണ് ഗണേശ്വരനും ശ്രീമുരുകനും. എന്നാൽ ഇവരെ കൂടാതെ ഒരു പുത്രി കൂടിയുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? പത്മപുരാണത്തിലാണ് ഈ പുത്രിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. പണ്ട് പണ്ട് മഹാദേവനും പാർവതീദേവിയും കൂടി നന്ദവനത്തിലൂടെ നടക്കുന്ന സമയത്ത് ഈ വനത്തിലെ ഏറ്റവും വിശേഷയുക്തമായിട്ടുള്ള വൃക്ഷം ഏതാണ് എന്ന് പാർവതീദേവി മഹാദേവനോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് മഹാദേവൻ അവിടെ ഉണ്ടായിരുന്ന കൽപ്പവൃക്ഷത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ വൃക്ഷത്തോട് നമ്മുടെ എന്താഗ്രഹം ചോദിച്ചാലും തൽക്ഷണം ആ വൃക്ഷം സാധിച്ചു തരും എന്ന് പറയുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് പാർവതി ഈ വൃക്ഷത്തിന്റെ ശക്തി പരീക്ഷിക്കാൻ എന്ന വണ്ണം തനിക്ക് അതിസുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ വേണം എന്ന് വൃക്ഷത്തോട് ആവശ്യപ്പെടുകയാണ്. അതേസമയം തന്നെ അതിസുന്ദരിയായിട്ടുള്ള ഒരു ബാലിക പ്രത്യക്ഷപ്പെടുകയാണ്. ഇവളെ കണ്ടപ്പോൾ തന്നെ പാർവതി ദേവിക്ക് അതീവ സന്തോഷമായി. കാരണം ദേവി ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ദേവിക്ക് കൂട്ടായിട്ട് ഒരു പെൺകുട്ടിയെ കിട്ടി എന്നുള്ള സന്തോഷം. അപ്പൊ ഇവളെ കണ്ടപ്പോൾ തന്നെ പാർവതി ദേവി അവളെ അശോക സുന്ദരി എന്ന് വിളിച്ചു. തന്റെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ